Hi dears, welcome back to your channel. Welcome back to new video. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ജ്വല്ലറി മേക്കിംഗ് വീഡിയോ ആയിട്ടാണ്. വേറൊരു മോഡൽ മംഗൾസൂത്ര ഡിസൈൻ ആണ് ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോണത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് മൂന്നാമത്തെ ഡിസൈൻ ആണ്. ഇതിനു മുമ്പ് രണ്ട് മോഡൽ വേറെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഡിസൈനിന് എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്ന് നോക്കാം. ഇതിന് നമുക്ക് ഗിയർ ലോക്ക്, ഗിയർ വയർ, പിന്നെ ബ്ലാക്ക് ക്രിസ്റ്റൽ ബീഡ്സ് ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. വലിയ ടൈപ്പ് ക്രിസ്റ്റൽ ബീഡ്സ് ആണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് കട്ടിംഗ് ബോൾ ആണ്. കട്ടിംഗ് ബോൾ വലിയ ടൈപ്പാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ചക്കിരിയാണ്. ചക്കിരി അല്ലെങ്കിൽ ഫ്ലവർ ബീഡ്സ് ഇതുപോലെയാണ് അത് കാണാനായിട്ടുണ്ടാവുക. അപ്പോൾ ഇത് വേണം. പിന്നെ നമ്മുടെ സാധാരണ ജ്വല്ലറി മേക്കിംഗ് ടൂൾസ്, അതായത് കട്ടറും പ്ലെയറും വേണം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ ഒരു ഗിയർ വയർ എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള ലെങ്ത്തിന് അത് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കാം. ഗിയർ ലോക്ക് ഇട്ടതിന് ശേഷം നമുക്ക് ഒരു ജംപ് റിങ് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ഗിയർ വയറിൻ്റെ അറ്റം എടുത്തിട്ട് ഈ ഗിയർ ലോക്കിൻ്റെ ഉള്ളിൽ കൂടി കടത്തിയിട്ട് ടൈറ്റായിട്ടൊന്ന് വലിച്ചു പിടിക്കുക. എന്നിട്ട് പ്ലെയർ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് ലോക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ജംപ് റിങ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ബീഡ്സ് കോർത്ത് തുടങ്ങാം. അതിനായിട്ട് ആദ്യം ഒരു ഫ്ലവർ ബീഡ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു കട്ടിംഗ് ബോൾ, പിന്നെ വീണ്ടും ഒരു ഫ്ലവർ ബീഡ്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ബ്ലാക്ക് ക്രിസ്റ്റൽ ബീഡ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഒരു ഫ്ലവർ ബീഡ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഏറ്റവും ഫസ്റ്റ് ചെയ്ത പോലെ ഈ ഒരു ഫ്ലവർ ബീഡിന് ശേഷം ഒരു കട്ടിംഗ് ബോളും പിന്നെ വീണ്ടും ഒരു ഫ്ലവർ ബീഡ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് ഒരു സെറ്റ്. അതായത് രണ്ടറ്റത്തും കട്ടിംഗ് ബോളും പിന്നെ സെൻറ്ററിൽ ബ്ലാക്ക് കളർ ക്രിസ്റ്റൽ ബീഡും അതിൻ്റെ ഇടയ്ക്ക് ഫ്ലവർ ബീഡും വരുന്ന രീതിയിലാണ് നമ്മൾ ഒരു സെറ്റ് കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് ഒരു 10 ബ്ലാക്ക് ക്രിസ്റ്റൽ ബീഡ്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെയായിരിക്കും നമുക്ക് കിട്ടുക. ആദ്യത്തെ സെറ്റ് നമ്മൾ ഇതുപോലെ കോർത്ത് കൊടുത്തു. അതായത് ഗോൾഡൻ ബീഡും ക്രിസ്റ്റൽ ബീഡും ഗോൾഡൻ ബീഡും ആയിട്ടുള്ള ഒരു സെറ്റ്. അതിനുശേഷം 10 ബ്ലാക്ക് ക്രിസ്റ്റൽ ബീഡ്സ് കോർത്ത് കൊടുത്തു. ഇനി വീണ്ടും അതേ പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യാം. അതായത് ഫസ്റ്റ് ഫ്ലവർ ബീഡ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഗോൾഡൻ ബീഡ്, പിന്നെ വീണ്ടും ഫ്ലവർ ബീഡ്, പിന്നെ ബ്ലാക്ക് ക്രിസ്റ്റൽ ബീഡ്, പിന്നെ വീണ്ടും ഫസ്റ്റ് നമ്മളിട്ട പോലെ തന്നെ ഗോൾഡൻ ബീഡും ഫ്ലവർ ബീഡും ഇട്ടിട്ട് ആ ഒരു സെറ്റ് കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം വീണ്ടും നമ്മൾ ബ്ലാക്ക് ക്രിസ്റ്റൽ ബീഡ്സ് ഒരു 10 എണ്ണം കൂടെ കോർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഓർഡറിലായിരിക്കണം നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തെടുക്കേണ്ടത്. അത് നമുക്ക് എത്ര ഇറക്കം വേണോ അത്രയും ഇറക്കത്തിൽ നമുക്കിത് ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ രണ്ടാമത്തെ സെറ്റും ഞാനിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ആദ്യം ഗോൾഡൻ ബീഡ്സിൻ്റെ സെറ്റ് ഇട്ടതിന് ശേഷം ബ്ലാക്ക് ക്രിസ്റ്റൽ ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് എത്ര ലെങ്ത്ത് വേണോ അത്രയും ലെങ്ത്ത് ബീഡ്സ് കോർത്ത് കൊടുത്തിട്ട് ഇതുപോലെ കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ 5 സെറ്റാണ് ഗോൾഡൻ ബീഡ്സിൻ്റെ ഇട്ട് കൊടുത്തേക്കുന്നത്. അതിൻ്റെ ഇടയിൽ ബ്ലാക്ക് ക്രിസ്റ്റൽ ബീഡ്സിൻ്റെ 4 സെറ്റും ഇതുപോലെ 4 സെറ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഒരു ഇറക്കം മതി. ഇനി നമുക്ക് ഗിയർ വയർ ക്ലോസ് ചെയ്യാം. അതിനായിട്ട് ആദ്യം ഒരു ഗിയർ ലോക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ജംപ് റിങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഗിയർ വയർ ആ ഗിയർ ലോക്കിൻ്റെ ഉള്ളിൽ കൂടി ഇട്ടിട്ട് നല്ല ടൈറ്റായിട്ട് വലിച്ചു പിടിക്കുക. എന്നിട്ട് നമ്മൾ ഏറ്റവും ലാസ്റ്റ് ഇട്ട് കൊടുത്ത ബീഡിൻ്റെ അടുത്തേക്ക് ഈ വയർ വലിച്ചു കൊണ്ടുവരാം. എന്നിട്ട് പ്ലെയർ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് ലോക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ സൈഡിലത്തെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ അടുത്ത സൈഡിൽ നമുക്ക് ബീഡ്സ് കോർത്തെടുക്കണം. അപ്പോൾ ആ സൈഡിലേക്ക് നമുക്ക് ഇതുപോലെ ആവശ്യമുള്ള ലെങ്ത്തിനുള്ള ഗിയർ വയർ കട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് ഇതേ ഓർഡറിൽ തന്നെ ബീഡ്സ് കോർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു സൈഡിലേക്കുള്ളതാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്. അതായത് സ്റ്റാർട്ടിങ്ങിൽ ജംപ് റിങ് ഇട്ട് കൊടുത്തു, അതിനുശേഷം നമ്മൾ ബീഡ്സ് കോർത്ത് കൊടുത്തു, ഏറ്റവും അറ്റത്ത് ഇതുപോലെ ചെയിൻ ഫിക്സ് ചെയ്തിട്ടുണ്ട്.
ഇനി ഇതേപോലെ തന്നെ നമ്മൾ വേറൊരു പീസ് ഗിയർ വയർ എടുക്കണം. എന്നിട്ട് അതിലേക്ക് ജംപ് റിംഗ് ഫിക്സ് ചെയ്തതിന് ശേഷം ഇതേ ഓർഡറിൽ തന്നെ ബീഡ്സ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ലാസ്റ്റിലൊരു ഹുക്ക് ഫിക്സ് ചെയ്യണം. അപ്പോൾ ഇതുപോലെ ഞാൻ 2 സെറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ജംപ് റിംഗ് 2 സൈഡിലുണ്ട്. അതിനുശേഷം നമ്മൾ ബീഡ്സ് ഇട്ട് കൊടുത്തു. അതിനുശേഷം ലാസ്റ്റിൽ ഒരു സൈഡിൽ ഹുക്കും ഒരു സൈഡിൽ ചെയിനും. ഈ ഓർഡറിലാണ് നമ്മൾ ഫിനിഷ് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് ലാസ്റ്റ് വീഡിയോയിലെ പോലെ തന്നെ ജംപ് റിങ്ങിൻ്റെ അവിടെ നമുക്ക് ലോക്കറ്റ് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ മംഗൾസൂത്ര കംപ്ലീറ്റ് ആയി. അപ്പോൾ ഈ ഒരു ഡിസൈനിലുള്ള മംഗൾസൂത്ര നമ്മുടെ ഫിനിഷ് ആയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കേട്ടോ. നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന വളരെ ഈസി ആൻഡ് സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണിത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ മംഗൾസൂത്ര ഡിസൈൻസ് കൂടാതെ നമ്മുടെ ചാനലിൽ കുന്തൻ സ്റ്റോൺസ് യൂസ് ചെയ്തിട്ടുള്ള നെക്ലസിൻ്റെയും അതുപോലെ ബെൻ ട്യൂബ്സ് യൂസ് ചെയ്തിട്ടുള്ള നെക്ലസിൻ്റെയൊക്കെ മോഡലുണ്ട്. അപ്പോൾ അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കണം. പിന്നെ നമ്മുടെ ചാനൽ ഇത് മാത്രമല്ല വേറെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വീഡിയോസും കുക്കിംഗ് വീഡിയോസും ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതൊന്ന് കണ്ടു നോക്കണം. വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ പുതിയതായിട്ട് നമ്മുടെ ചാനലിലേക്ക് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്യാം. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.